അയച്ചത്? ഇതിന്റെ ഫ്രം അഡ്രസ് ഇല്ലല്ലോ. സർ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഇരിക്കെ, ജോലി നടക്കട്ടെ. ഇതും ഒരു നീ നോക്കിക്കോ, ഞാനിപ്പോ വരാവേ. ആതിരെ, ആ എന്താ ചേച്ചി? സാറ് നിന്നോട് അകത്തോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നോടോ? എന്തിന്? അത് ചെന്നാലല്ലേ അറിയൂ. നീ അത് മായ ഏൽപ്പിച്ചിട്ട് അകത്തേക്ക് ചെല്ല്. മായേ, നീ അത് ഡീൽ ചെയ്യേ. ശരി ചേച്ചി, താൻ പൊയ്ക്കോ, ഞാൻ നോക്കിക്കോളാം. ചേച്ചി വരുന്നില്ലേ? നിന്നെയല്ലേ വിളിച്ചത്, നീ ചെല്ല്. ചെല്ല്. ആ മേ കമൻ സർ. ഇതെന്തോന്ന് ചോദ്യം കൊച്ചേ? കേറി വാ. എന്റെ മുറിയിലേക്ക് കയറി വരാൻ കുട്ടിക്ക് ഒരു അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. സ്വന്തം മുറി പോലെയാ. കുടുംബത്തിൽ പിറന്ന കൊച്ചുങ്ങളെ കണ്ട ഈ കനകാംബരന് നല്ലതുപോലെ അറിയാം. ആ സ്നേഹവും ബഹുമാനവും കനകാംബരന് എപ്പോഴും ഉണ്ടാവും. കൊച്ചിങ്ങോട്ടിരിക്കേ. ഇരിക്കു കൊച്ചേ. ഗീതമ്മ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. ഇവിടുത്തെ എല്ലാ ജോലിക്കാരെയും ഞാൻ പൊന്നുപോലെ നോക്കും. ഞങ്ങളൊരു ഒറ്റ കുടുംബമാ. എന്തു പ്രശ്നമുണ്ടെങ്കിലും അത് എന്നോട് പറയണം. എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല. അതൊക്കെ എനിക്കറിയാം. ഞാൻ വിളിച്ചതേ വേറൊരു കാര്യം പറയാനാ. ഈ സ്ഥാപനം കൊച്ചിന്റെ സ്വന്തം സ്ഥാപനമാണെന്ന് കരുതിയാൽ മതി. ആ ആത്മാർത്ഥത എനിക്ക് വേണ്ടത്. തീർച്ചയായും സർ. ഇത് വെച്ചോ. ഇതൊരു 20,000 രൂപയുണ്ട്. ആദ്യത്തെ മാസത്തെ ശമ്പളം അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചോ. അതിന് ഞാൻ വന്നതല്ലേ ഉള്ളൂ, ശമ്പളം മേടിക്കാറായില്ലല്ലോ. ഇത് കൊച്ചിനുള്ള പ്രത്യേക കൺസിഡറേഷൻ ഒന്നും അല്ല. ഇവിടുത്തെ ഒരു രീതി അതാ. എല്ലാ മാസവും ആദ്യം അഡ്വാൻസ് ആയിട്ട് ശമ്പളം ഞാൻ അങ്ങ് കൊടുക്കും. അതുകൊണ്ടെന്താ, എന്റെ സ്റ്റാഫ് എല്ലാവരും ഹാപ്പി, ഞാനും ഹാപ്പി. വാങ്ങിക്കോ. ഇപ്പൊ സന്തോഷമായില്ലേ? എന്നാ പിന്നെ കൊച്ചു വയ്ക്കോ, ജോലി നടക്കട്ടെ. താങ്ക് യു സർ. ഓക്കെ. ആർഗ്യുമെന്റ് നോട്ട് നിങ്ങളാണോ പ്രിപ്പയർ ചെയ്തത്? അതെ മാഡം. ബിഗിനർ എന്ന നിലയിൽ ഈ ആർഗ്യുമെന്റ് നോട്ട് പ്രിപ്പയർ ചെയ്ത നിങ്ങളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്ക് യു മാഡം. പക്ഷേ ഒരു കേസിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമ്മൾ കേൾക്കുന്ന ജഡ്ജിക്ക് നമ്മൾ പറയുന്നത് ന്യായമാണെന്ന് തോന്നാൻ ഇത് പോരാ. മാഡം, അത് നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല. നിങ്ങളുടെ എഫേർട്ടിനെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഓരോ കേസിന്റെയും പിന്നിൽ ഇരയാക്കപ്പെട്ട ഒരാളുണ്ട്, അല്ലെങ്കിൽ ഒരു സമൂഹമുണ്ട്. അവരുടെ കണ്ണുനീരും വേദനയും നമ്മൾ കാണാതെ പോരുത്.
നിങ്ങളിപ്പോ പ്രിപ്പയർ ചെയ്ത ഈ കടലാസുകളൊന്നും വെറും രേഖകളല്ല, ഇരയായി പോയൊരാളുടെ ജീവിതത്തിന്റെ അവശിഷ്ടങ്ങളാ. ഈ കേസ് ജയിക്കേണ്ടത് നമ്മുടെ ക്ലയന്റിന് വേണ്ടി മാത്രമല്ല, സത്യത്തിന് വേണ്ടി കൂടിയാ. KM നാനാവതി vs സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര 2010 നടന്നൊരു കേസാ. അതിന്റെ ഫയൽ ഒന്നുകൂടി സ്റ്റഡി ചെയ്തിട്ട് okay. ഈ ആർഗ്യുമെന്റ് നോട്ട് ഒന്നുകൂടി പ്രിപ്പയർ ചെയ്യണം. അപ്പോ കാര്യങ്ങൾ കുറച്ചുകൂടി ശരി പെർഫെക്റ്റ് മാഡം. ആവും. ഓക്കെ, ശരി. താങ്ക് യു. മാഡത്തിന് ഒരു കൊറിയർ ഉണ്ടായിരുന്നു ഇതിപ്പോ വന്നതാ? ഇന്ന് രാവിലെ. ശരി. ശരി മാഡം. ആരാ ഇത് അയച്ചത്? ഇതിന്റെ ഫ്രം അഡ്രസ് ഇല്ലല്ലോ. ആ, ഹലോ സച്ചി, എനിക്ക് സച്ചി ഉടനെ കാണണം, വളരെ അത്യാവശ്യം. അങ്ങനെ പറഞ്ഞ പറ്റില്ല സച്ചി, ഇപ്പൊ തന്നെ കണ്ടേ പറ്റൂ. അതൊക്കെ ഉണ്ട്, ഇല്ല ഞാൻ നേരിൽ കാണുമ്പോ പറയാം. എന്താ പേടിച്ചോ? എന്തിനാ പേടിക്കുന്നേ? അത് പിന്നെ പെട്ടെന്ന് രാജുവിനെ മുന്നിൽ കണ്ടപ്പോ മടിയിൽ കനമില്ലാത്തവനെ വഴിയിൽ പേടി വേണ്ടെന്നൊരു ചൊല്ലുണ്ട്. ഉള്ളിൽ മറച്ചു വയ്ക്കാനുള്ളവർക്കാണ് മറ്റുള്ളവരെ പേടിക്കേണ്ടത്. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇനിയും പേടിക്കേണ്ടി വരും. നമുക്ക് പരസ്പരം ഇപ്പം ഏകദേശം എല്ലാം അറിയാം. മരണത്തിന്റെ അറ്റത്തുനിന്നും ജീവിതത്തിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവന്നതിൽ പ്രധാന പങ്കുവച്ചത് സമൃദ്ധയാണ്. ഒരു സഹോദരിയുടെ സ്ഥാനം തന്നെ സമൃദ്ധയ്ക്ക് ഞാൻ മനസ്സിൽ തന്നിട്ടുണ്ട്. അതെനിക്കറിയാം. പക്ഷേങ്കിലും അടിസ്ഥാനപരമായി ഞാനൊരു പോലീസുകാരനാണ്. അതിനേക്കാൾ ഉപരി എന്റെ അളിയനാണ് ഗോകുൽ. ഒരേ സമയം ന്യായം നടപ്പാക്കാനും ഗോകുലിന്റെ ജീവിതം തകർന്നു പോകാതിരിക്കാനും എനിക്ക് മുൻകരുതൽ എടുത്തേ പറ്റൂ. അതിന് നമുക്ക് തമ്മിൽ സംസാരിക്കണ്ടേ?